ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, ഒരു ശുഭദിനം തന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന നല്ല ദൈവത്തിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, പിശാചുക്കൾ ഭയന്ന് ഓടുന്ന, പേര് കേൾക്കുമ്പോൾ തന്നെ വിറയ്ക്കുന്ന ഒരു വലിയ വിശുദ്ധനുണ്ട്, ജോൺ പോൾ രണ്ടാമൻ പാപ്പ. 1920 പോളണ്ടിൽ ജനിച്ചു. 9-ാം വയസ്സിൽ അമ്മയും 13-ാം വയസ്സിൽ സഹോദരനും 20-ാം വയസ്സിൽ പിതാവും നഷ്ടപ്പെട്ടു. ജീവിക്കാൻ വേണ്ടിയാണ് പാറമടയിലും കെമിക്കൽ കമ്പനികളിലൊക്കെ ജോലി ചെയ്തു. എന്നാൽ ദൈവവിളി തിരിച്ചറിഞ്ഞു. 26-ാം വയസ്സിൽ വൈദികനും 38-ാം വയസ്സിൽ ബിഷപ്പും 58-ാം വയസ്സിൽ പോപ്പുമായി നീണ്ട 27 വർഷങ്ങൾ സഭയെ നയിച്ചു. പ്രിയപ്പെട്ടവരെ, യുവജനങ്ങളെ സ്നേഹിച്ചിരുന്ന അദ്ദേഹം 19 യുവജന സമ്മേളനങ്ങളാണ് വിളിച്ചുകൂട്ടിയത്. കുടുംബത്തെ സ്നേഹിച്ച അദ്ദേഹം അഖില ലോക കുടുംബ സമ്മേളനവും വിളിച്ചു. അനേക രാജ്യങ്ങൾ സന്ദർശിച്ച് ലോക സമാധാനത്തിനു വേണ്ടി യത്നിച്ചു. കുഞ്ഞുങ്ങളെ സ്നേഹിച്ച അദ്ദേഹം കുഞ്ഞുങ്ങളെ കരങ്ങളിൽ എടുക്കുമ്പോൾ തന്നെ അവർക്ക് രോഗസൗഖ്യം കിട്ടിയിരുന്നു. മരിയ ഭക്തനായ അദ്ദേഹം ധാരാളം ജപമാലകൾ പ്രാർത്ഥിച്ചു. നമുക്ക് ജീവിത മാതൃകയായി അദ്ദേഹം ജീവിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിന്റെ ആ പ്രായശ്ചിത്ത ചൈതന്യം, തറയിൽ ഉറങ്ങുക, കൈവിരിച്ച് പിടിക്കുക, മുട്ടുകുത്തി നിൽക്കുക, അങ്ങനെയുള്ള പ്രവൃത്തികളെല്ലാം നമുക്ക് അനുകരിക്കാവുന്നതാണ്. നമുക്ക് കൃപ നിറഞ്ഞൊരു ജീവിതം നയിക്കാൻ ജോൺ പോൾ രണ്ടാമൻ പാപ്പ നമ്മെ സഹായിക്കും. പരിശുദ്ധ അമ്മയുടെ ആ സ്നേഹ കാരുണ്യം നമ്മളിലേക്ക് ഒഴുകിയിറങ്ങുന്നുണ്ട്. ദൈവത്തോട് നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.